ഒന്ന് വേഗം വന്നേ. പമ്മി പമ്മി നടക്കാതെ ഒന്ന് വേഗം വാ. ഡേ ഇപ്പൊ ഇത് വേണോ? അവന്റെ അവസ്ഥ വളരെ മോശമാണ്. മോശവും കൂശമൊന്നുമില്ല. അവനെ ഞാൻ കളി പഠിപ്പിക്കും. നീ ഒരു മതി മനുഷ്യപ്പറ്റില്ലാതെ ആവരുത്. ആടോ, എനിക്ക് മനുഷ്യപ്പറ്റില്ല. അതുകൊണ്ടല്ലേ തൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നത്. ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്. കൂടുതൽ പറയാതിരിക്കുന്നതാ ഭേദം. മണി, എടാ മണി. എടി നീ ഒന്ന് പതുക്കെ പറ, നാട്ടുകാർ മുഴുവൻ കേൾക്കും. കേൾക്കട്ടെ, നിനക്കെന്താ ചെയ്തോ? അവനെ നാണമാനം ഇല്ലാത്തവനാ. ആ ചേച്ചിയോ? അല്ലെ അകത്തോട്ടിരിക്കാം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ പൈസക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാകണം. എൻ്റെ അവസ്ഥ ചേച്ചിക്കറിയില്ലേ? എന്തവസ്ഥ? ഓരോ തട്ടിപ്പും പറഞ്ഞോണ്ട് അങ്ങ് ജീവിക്കുക. ചേച്ചി ഒന്ന് പതുക്കെ, നാട്ടുകാർ കേൾക്കും. കേൾക്കട്ടാ, നീ നാണോ മാനം ഇല്ലാത്തവനാന്ന് എല്ലാരും അറിയട്ടെ. അജി, നീ എന്തെങ്കിലും ഒരു മര്യാദ ഇല്ലാതെ. നിങ്ങളും മിണ്ടണ്ട. ഇത് ഞാനും അവനും തമ്മിലുള്ള ഇടപാടാ. ഒരു 10,000 രൂപയ്ക്ക് ഇങ്ങനെയൊക്കെ വേണേ ചേച്ചി? എനിക്കത് വലുതാടാ. ഒരാഴ്ച കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് നീ മേടിച്ചതല്ലേ. വർഷം 1 കഴിഞ്ഞു. അത് അവളെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ചത്തു തൊലഞ്ഞില്ലേ? അനുഭവിക്കാൻ യോഗം വേണോടാ. ചേച്ചി അപ്പേ ഒന്നിങ്ങ് വന്നേ. അപ്പേനെ ഇങ്ങനെ അവർ പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. അമ്മയ്ക്കും അപ്പേ ഇത് കൊണ്ടു കൊടുക്ക്. അത് സാരമില്ല അപ്പേ, അത് കൊണ്ടു കൊടുക്ക്. സാരമില്ല, കൊണ്ടു കൊടുക്ക്. സാരമില്ല അപ്പേ, അപ്പ ഇത് അവർക്ക് കൊണ്ടു കൊടുക്ക്. അവൻ്റെ അപ്പ ആരുടെ മുമ്പിൽ ചെറുതാവുന്ന എനിക്കിഷ്ടമല്ല. അപ്പ ഇത് കൊണ്ട് കൊടുക്ക്. അപ്പ ഇത് കൊണ്ട് കൊടുക്ക്. അതെ, എനിക്ക് സമയമില്ല ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. ചേച്ചി ഇത് വിറ്റോ. ചേച്ചിക്ക് തരാനുള്ളതിലും കൂടുതൽ പൈസ കിട്ടും. എന്റെ പൈസ എനിക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. എടി അത് വേണോ? ആ കൊച്ചിനാകെ അതേ ഉള്ളൂ. അതെ, നിങ്ങൾ മിണ്ടാതെ നിന്നോണോ. ചേച്ചി കയറാതെ പോവാണോ? കുറെ കാലം ഈ പൊത്തി തന്നെ അല്ലായിരുന്നോ? പിന്നെ എന്നാ കയറാനാ? അളിയാ, നാളെ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങ് വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം. നീ ഇവിടെ ഉണ്ടായിക്കണോ? മോനെ, കപ്പ പുഴുങ്ങിയിരിക്കുന്നുണ്ട്, പോയി കഴിക്കും. എനിക്ക് നിങ്ങളുടെ ഒരു കോപ്പും വേണ്ട, ഇത്തിരി സമാധാനം തന്നാ മതി. അപ്പയുടെ സഹോദരങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ? അറിയില്ല മോളെ, ഞാൻ അവരെയൊക്കെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അവരെന്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല. സാരമില്ല അപ്പേ, അപ്പേനെ ഇവരൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അപ്പേ എനിക്ക് പഠിക്കാനുണ്ട്. ആ, മുംബൈ പഠിച്ചോ. ഹലോ, എന്താ ഭയങ്കര ആലോചന? സജിയോ, വാ നമുക്ക് അകത്തേക്കിരിക്കാം.
ചേച്ചി അളിയനൊക്കെ പോകുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അവക്ക് വേണ്ടി വാങ്ങിയ കാശ് അവളൊക്കെ പോയി. ഈ വിജയത്തെടുക്കാനാവോ മണിയേട്ടാ? പിന്നെ അതൊന്നും സാരമാക്കണ്ട, പെങ്ങളല്ലേ. സജി, ഈ കഷ്ടപ്പെടുന്നവർക്കൊന്നും കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയൊന്നും അല്ലെന്നേ. അപ്പം നേരത്തെ മരിച്ചു. അമ്മ 15 വയസ്സിൽ ഈ മടി കടന്ന മരിച്ചത്. പിന്നെ ഞാൻ ജീവിച്ചതൊക്കെ സഹോദരങ്ങൾക്ക് വേണ്ടിയാ. എന്നിട്ടിപ്പോ മണിച്ചേട്ടാ, വിഷമിച്ചിട്ട് കാര്യമില്ല. കഷ്ടപ്പെടുന്നവരൊന്നും ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ലോകം ഇങ്ങനെയാ. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അതെ, ഞാൻ ചോദിച്ചതിനെ ഇയാൾ ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോ. ജസ്റ്റിനെ, ചേട്ടനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അതെ, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. ചേട്ടൻ ഇതിനകത്ത് ഇടപെടണ്ട. നിന്റെ ചേട്ടനെ നിന്നേക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാം. സംസാരിക്കുമ്പോൾ കുറച്ച് മാന്യതയൊക്കെ ആവാം. എനിക്ക് ഈ മാന്യതയൊക്കെ ഉള്ളൂ. താൻ തന്റെ കാര്യം നോക്ക്. നിനക്കൊന്നും. സജി പ്ലീസ്. മണിച്ചേട്ടാ, ഞാൻ ഇറങ്ങുക. നീ അവനോട് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ആവശ്യമില്ലാതെ അയാൾ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? സജി നമ്മുടെ കുടുംബത്തിൽ അംഗത്തെ പോലെയാ. അത് ചേട്ടന്, എനിക്ക് അങ്ങനെയല്ല. എന്നാലും എനിക്ക് അടുത്ത ആഴ്ച പൈസ കിട്ടണം. പിന്നെ കണാന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാടാ? ഈ വീടും പറമ്പും പണയം വെച്ചാ നിന്നെ ഡോക്ടറാക്കിയത്. അത് നീ മറന്നു പോകരുത്. ഞാൻ ദൂർത്തടിക്കാനല്ലല്ലോ ചോദിച്ചേ. എനിക്ക് MD എടുക്കണം, അതിനാ ചോദിക്കുന്നത്. ആഹാ, എന്റെ പൊന്നാക്കണമാർ രണ്ടുപേരും കൂടെ ഭയങ്കര വലിയ ചർച്ചയിലാണല്ലോ. എന്താ കാര്യം? ഒന്നുമില്ലേടി, ഓരോന്നിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. അതല്ലേ ചേച്ചി, എനിക്ക് MD എടുക്കണം. മണിച്ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു ചൂടുമില്ല. അത് ശരിയാ ചേട്ടായി. ഇപ്പൊ ഈ MBBS കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്നേ. അനിതേ, നീ ഇതെന്തറിഞ്ഞിട്ടാ? അതിനൊക്കെ കോടികൾ വേണം. അത് ചെയ്യണം ചേട്ടായി. നമ്മുടെ അനിയനൊരു വലിയ ഡോക്ടറായി കാണുന്നത് നമുക്ക് ഭയങ്കര അഭിമാനമല്ലേ. ചേച്ചി, ഞാൻ പുറത്തു പോയിട്ട് വരാം. ഒന്ന് ഉപദേശിച്ചു കൊടുക്ക്. അത് പിന്നെ ചേട്ടായി, ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. ചേട്ടായി, വീട് പണി നടക്കുവാന്ന് ചേട്ടായിക്ക് അറിയാലോ. എങ്ങനെയെങ്കിലും ഒരു 10 ലക്ഷം രൂപ തരണം ചേട്ടായി. മോളെ, ഞാൻ എവിടെ നിന്ന് തരാനാടി? ചേട്ടായി, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ചേട്ടായി. ചേട്ടായി അവളെ കെട്ടിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതീന്ന് തന്നാ മതി. എന്റെ മോളിങ് വന്നേ. നീ എന്റെ മോളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. നീ നല്ല പോഷകഗുണമുള്ള ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ. ചേട്ടായിയേ, നാളെ വൈകുന്നേരം ഞാനങ്ങ് പോവേ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് റെഡിയാക്കണേ. ആന്റി മോളുടെ റൂമിൽ കിടന്നോളാം. മോൾ ഇവിടം കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യേ. ആന്റി കഴിക്കുന്നില്ലേ? നല്ല കഞ്ഞിയും ചമ്മന്തി ഉണ്ട്. ഓ, ചമ്മന്തിയൊക്കെ ഗ്യാസ് ആവും. ഞാൻ ഭാഗ്യം വന്ന വഴിക്ക് ബിരിയാണി കഴിച്ചോണ്ട് വന്നത്. എന്നാ ഇപ്പൊ പുതിയ കേസ്? വീട് പണിയാ, 10 ലക്ഷം വേണമെന്ന്. കൊള്ളാം, അത് അടിപൊളി. എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ അപ്പക്ക് പറഞ്ഞൂടെ കയ്യിലില്ലാന്ന്? അപ്പം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലടേ. 3 മാസമായി ബാങ്കിൽ ലോൺ അടച്ചിട്ട്. അപ്പൊ അത് മറന്നോ? മറന്നിട്ടൊന്നല്ല കുഞ്ഞെ, കയ്യിലില്ലാഞ്ഞിട്ടാ. നമുക്ക് എല്ലാരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലല്ലേ അപ്പേ? ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാവും മോനെ. നാളത്തെ ദിവസം എനിക്ക് ഓർക്കുമ്പോ തന്നെ പേടിയാവും അപ്പേ. നീ നേരത്തെ വന്നോ? ഞാൻ ഇന്നലെ വന്നു ചേച്ചി. നിനക്ക് വല്ല മറുപടിയും കിട്ടിയോ? നിനക്കോടാ മണി, നീ ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അളിയ, എൻ്റെ ബിസിനസ്സും ഒക്കെ ഡള്ള. എന്തായാലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇപ്പം പിടിച്ചു നിൽക്കാൻ പറ്റൂ. നിന്റെ വായിലിൻ്റെ പഴമാണോ? നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെയ്തു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ അങ്ങ് ചെയ്യേ. എൻ്റെ കയ്യിൽ വേണ്ടേ? അളിയ, പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്.
ഈ കണ്ട സ്വത്ത് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന അളിയനല്ലേ? ആരെങ്കിലും വല്ലതും ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? നിങ്ങളൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാ? ഇവരുടെ കല്യാണത്തിനെടുത്ത കടം പോലും ഞാൻ ഇതുവരെ വീട്ടിൽ തീർന്നിട്ടില്ല. അതിന് ഞാൻ എന്നെ ചെയ്യണം? അതൊക്കെ ചേട്ടന്മാരുടെ കടമയാ. അതും ഇതും പറയാതെ നീ കാര്യം സംസാരിക്കേ. ഈ വീടും പറമ്പും ഒക്കെ ലോണില്ല. ലോണോ? നിന്നെ പഠിപ്പിച്ച് ടീച്ചറാക്കി, ഇവനെ ഡോക്ടറാക്കി. ഇതിനൊക്കെയുള്ള പണം എവിടുന്ന? അപ്പൊ തന്റെ കയ്യിലൊന്നും ഇല്ലേ? ഈ കാലമാടനെല്ലാം നശിപ്പിച്ചല്ലോ. ഇതിലും ഭേദം തനിക്ക് പോയി ചത്തൂടെ? ചേട്ടായുടെ അനിയത്തിയാകാൻ കഴിഞ്ഞതാ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ചേട്ടായി, ഞാൻ ഒരു കാര്യം പറഞ്ഞ പിണങ്ങുമോ? എന്തിന്? നീ പറ. അതെ, എനിക്കൊരാളെ ഇഷ്ടമുണ്ട്. എന്റെ കൊച്ചിന്റെ മനസ്സ് കീഴടക്കിയതാരാ? പേര് സിബീന, ഗൾഫിലാ ജോലി. ഇത് നീ എങ്ങനെ ഒപ്പിച്ചു? ചേട്ടായി എന്റെ കൂടെ പള്ളിക്കയറിലുണ്ടായിരുന്ന. നല്ലതാണ്, നമുക്ക് നോക്കാടി. പയ്യന്റെ ഫോട്ടോ കണ്ടിരിപ്പുണ്ടോ? ഫോട്ടോ ഇല്ലേ? അടുത്ത ആഴ്ച. എന്താ കറണ്ടില്ലേ? കുറച്ചു നേരമായി പോയിട്ട്. നീ സൈച്ചേട്ടാ, ഞാൻ കാപ്പി എടുക്കാം. കാപ്പിയൊന്നും വേണ്ടെന്നേ. നീ എന്താ കാണണമെന്ന് പറഞ്ഞേ? എടാ, ഇവക്ക് ബിഎഡിന് അഡ്മിഷൻ കിട്ടി. എന്റെ കയ്യിലാണ് ഒന്നുമില്ല. ഈ വീടും പറമ്പും കൂടി പണയപ്പെടുത്തിയാലോ എന്ന് ആലോചിക്കാം. ജസ്റ്റിനെയും പഠിപ്പിക്കണ്ടേ? കൊച്ചിന്റെ ആഗ്രഹമല്ലേ. നാളെ നമുക്ക് ബാങ്ക് വരെ ഒന്ന് പോവാം. സൈച്ചേട്ടാ, ഈ ചേട്ടായുടെ അനീതിയാകാൻ പറ്റിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. താൻ മൊത്തം നശിപ്പിച്ചോ? ഇനി ഞങ്ങൾക്കൊന്നുമില്ലേ? ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഒരു തീരുമാനം ഉണ്ടാവണം. എനിക്ക് എന്തായാലും ഇവിടെ താമസിക്കാൻ പറ്റിയല്ല. അതിന് കാരണമുണ്ട്. നീ കാര്യം പറയടാ. കഴിഞ്ഞ ദിവസം എൻ്റെ വുഡ്ബി എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. ഇയാളുടെ വേർപ്പിന്റെ നാറ്റം കൊണ്ട് അവൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയായി. കണ്ട പാടത്തും പറമ്പത്തും പണിയെടുത്ത് വരുമ്പോ തനിക്കൊന്ന് കുളിച്ചുകൂടെ? അതെങ്ങനെയാ? സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല. ചേട്ടായി എന്താ ഇത്ര താമസിച്ചേ? ചേട്ടായി അഡ്മിഷൻ കിട്ടി. അതൊന്നും സാരമില്ല, അഡ്മിഷൻ കിട്ടി. ആണോ? എന്റെ ദേഹത്ത് മുഴുവൻ വേർപ്പാടാ. നിന്റെ ഉടുപ്പ് ചീത്തയാവും. ഈ വിയർപ്പ് എനിക്ക് സെന്റിനേക്കാളും ഇഷ്ടമുള്ളതാ. അതിനെങ്ങനെയാ? വിവരം വേണ്ടേ? വിവരം ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഇയാള് ഞങ്ങളുടെ ആങ്ങളെയാന്ന് പറയാൻ തന്നെ ഞങ്ങക്ക് നാണക്കേടാ. എന്ത് പറ്റണവേ? നീ വലിയ ആലോചനയാണല്ലോ. ഒന്നുമില്ലടാ, കൂട്ടുകാരൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തി. നീ വരെ. അതിന് നിനക്ക് പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ലോ. ഒരു കളക്ടറാണെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അമ്മയോട് ഞാൻ എപ്പോഴും അത് പറയായിരുന്നു. സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടല്ലേ. 15-ാം വയസ്സിൽ ഈ കുടുംബത്തിന്റെ ഭാര്യ ചുമലിലേക്കിയതായിരുന്നു. എടോ, താൻ ഭാഗ്യമുള്ളവനാ. സ്നേഹമുള്ള ചേച്ചി, പൊന്നുപോലെ നോക്കുന്ന അനിയനും അനിയത്തി. ഈ ഭാഗ്യമൊന്നും വേറെ ആർക്കും കിട്ടില്ലടോ. ഞാനൊരു തീരുമാനം പറയാം. സ്വത്ത് ഭാഗം വെക്കാം. അതെങ്ങനെയാ? ലോൺ എടുത്ത് കൂട്ടിയിരിക്കുവല്ലേ? ഈ വീടും സ്ഥലവും വിൽക്കാം. ലോൺ അടച്ചതിന്റെ ബാക്കി വീതം വെക്കാം. അങ്ങനെയാണെങ്കിൽ 3 വീതം വെച്ചാ മതി. അപ്പം മണിക്കോ? അവൻ ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് അവൻ ഇനി എന്ത് കോപ്പ് കൊടുക്കാനാ? എൻ്റെ അടുത്തൊരു ടീമുണ്ട്. നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ നാളെ തന്നെ കച്ചവടം നടക്കും. അപ്പേ, അത്യാവശ്യ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, നമുക്ക് പോവാം. അപ്പ പറഞ്ഞിട്ടില്ലേ, ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയാവുന്നു. അയ്യോ മോളെ, നാളെ പോയാ മതി. മതി ആന്റി അഭിനയം.
നമ്മളെങ്ങോട്ടാ പോലെ അറിയില്ല അപ്പൊ അടുത്തില്ലേ, ബാക്കി നാളെ ചെയ്യാം. എല്ലാം കൈവിട്ട് പോയില്ല മോളെ, ഇനി ഒന്നേന്ന് തുടങ്ങണം. അപ്പേ നമ്മൾ പരിശ്രമിച്ചാൽ ദൈവവും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയത്തിലെത്തും. മോൾക്ക് ഈ വീടായിട്ട് ഒത്തുപോകാൻ പറ്റുന്നുണ്ടാ? വലിയ വീടൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല അപ്പേ. ഇപ്പൊ ഞാൻ സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ട്, അതല്ലേ ഏറ്റവും വലുത്. മനുഷ്യേട്ടോ, ഈ രാത്രിയിലും പണിയാണോ? സജിയോ, പകല് കോറിയിൽ പഠിക്കുമോ? രാത്രി പിന്നെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ. സഹിച്ചേട്ടാ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്, ഞാൻ പൊക്കോട്ടെ. അന്ന് രാത്രി നീ സഹായിച്ചോണ്ടാ. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ലടാ. എടാവേ, മനുഷ്യനെ മനുഷ്യനാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസവും. എടാവേ, എന്നാൽ ഞാൻ പോയേക്കുക. ആ കവല വരെ പോയതായിരുന്നു. എടാ, ഞാനൊക്കെ ടോർച്ച് എടുത്തോടാ. ഇതൊരു നൊസ്റ്റാൾജിയ ഉണ്ടാവേ. ഇതിങ്ങനെ വീശി വീശി പോകുമ്പോഴേ അവള് കൂടെയുള്ള പോലെ തോന്നും. അപ്പേ, സഹിച്ചേട്ടൻ പറഞ്ഞ് നൊസ്റ്റാൾജി ചെയ്യുന്നതാ. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു, അവൾക്കും ഇഷ്ടമായിരുന്നു. കല്യാണം വരെ ഉറപ്പിച്ചതാ. ക്യാൻസർ ആയിരുന്നു, കല്യാണത്തിന് മുമ്പേ അവള് പോയി. അതുകൊണ്ടാണോ സഹിച്ചേട്ടൻ ഇപ്പോഴും കല്യാണം കഴിക്കാത്ത? വാ അപ്പേ, മതി ഇന്നത്തെ കഞ്ഞി കുടിക്കാം, വാ. ഇനി നമുക്ക് ഹലോ, അങ്ങനെ അത് സംഭവിച്ചല്ലേ? കഷ്ടപ്പാടിന്റെ നടുവിലും ഒരു കരുത്തറ്റ പെൺപുലി, ഡിവിൻസാമണി IAS. സഹിച്ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാവുമെന്ന്. എന്റെ മോള് ഒരു ഫിനിക്സ് പക്ഷിയാ, ചാരത്തുനിന്ന് വരെ ഉയർത്തെഴുന്നേക്കും. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ മുന്നോട്ടു പോവുക. വിജയിക്കുന്നവന്റെ കൂടെയാണ് എന്നും ഈ ലോകം. ദൈവത്തിൽ ആശ്രയിച്ചാൽ വിജയം സുനിശ്ചിതം.